മട്ടൻ കുറുമ പൊറോട്ടൻ്റെ കൂടെ ഭട്ടൂറ ഗീ റൈസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയത്, ബന്നിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയത് മട്ടൻ കുറുമ എങ്ങനെ റെഡിയാക്കുന്നത് നോക്കിയാലോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മട്ടൻ കുറുമക്ക് മട്ടൻ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചതാണ്. വലിയ ഏകദേശം 1 കിലോ 1,200 ഉണ്ടാവും. അതൊന്ന് റെഡിയാക്കി എടുത്താലോ. അപ്പോൾ കുക്കർ റെഡിയാക്കിയിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ അനുസരിച്ച് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം മീഡിയം 3 സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ശകലം സോൾട്ടും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള ഒന്ന് വാട്ടിയെടുക്കാം. ഒന്ന് സവാള വാട്ടിയെടുത്തിട്ട് വരട്ടെ. സവാള ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് ജിഞ്ചർ ഗാർലിക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ അനുസരിച്ചിട്ട് ജിഞ്ചർ ഗാർലിക്ക് ഉണ്ടാവും. ഇതേ സമയത്ത് തന്നെ പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം, ഗ്രീൻ ചില്ലി. അപ്പോൾ ഒന്ന് വാട്ടിയെടുത്ത് വരട്ടെ. ചെറിയൊരു പച്ച മാറുന്നത് വരെ ഒന്ന് ഇളകി കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് തക്കാളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് പച്ചമുളകും 2 മീഡിയം തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച മട്ടൻ ഉണ്ടല്ലോ, കഴുകി വെച്ച മട്ടൻ, അതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി വരാം. ഇതൊന്ന് ഇളക്കി കൊടുക്കട്ടെ. അപ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ജീരകപ്പൊടിയും ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണിനനുസരിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലം കുറച്ച് സാൾട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെക്കാം. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. അപ്പോൾ ഇതിലേക്ക് ബേ ലീവ്സും സിന്നമൺ സ്റ്റിക്കും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് ശരിക്കും ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുക്കട്ടെ. ഇപ്പോൾ കുക്കറിന് മൂടിയൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എത്ര വിസിലാണ് വേണം അതിനനുസരിച്ച് വിസിലടിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചില കുക്കറിനൊക്കെ എത്ര വിസിൽ വേണം അതിനനുസരിച്ച് വേവിച്ചെടുക്കട്ടെ. അപ്പോൾ ഒന്ന് തേങ്ങ ഒന്ന് അരച്ചെടുത്താലോ. മട്ടൺ ഒന്ന് വെന്ത് വരുമ്പോഴേക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. ഇത് പച്ച തേങ്ങയാണ്. 1 തേങ്ങയുടെ പകുതി തേങ്ങ എടുത്തിട്ടുണ്ട്. ഏകദേശം മീഡിയം തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. ഒന്ന് അരച്ചെടുത്ത് വരാം. അപ്പോൾ ഇതാ മട്ടൺ വെന്തിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു. അപ്പോൾ ഒന്ന് എയറൊക്കെ കളിച്ചിട്ടുണ്ട്. ഒന്ന് മൂടി ഓപ്പൺ ആക്കി നോക്കാം. എന്നിട്ട് ചെറിയൊരു പാത്രത്തേക്ക് മാറ്റിയിട്ട് കറി ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. മൂടി ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഒരു ചെറിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് എരിവിന് പെപ്പർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള സോൾട്ടും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് സമയം ഇത് തിളക്കട്ടെ. 1, 2, 3 മിനിറ്റ് തിളക്കട്ടെ. അപ്പോൾ കുറച്ച് സമയം തിളക്കുന്നു. 2 മിനിറ്റ് തിളക്കുന്നുണ്ടായിരുന്നു. ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ച തേങ്ങ ഉണ്ട്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ജാറ് കഴുകിയിട്ട് ഒന്ന് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജാറ് കഴുകിച്ച വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടി പോകാണ്ടിരിക്കാൻ വേണ്ടി കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കട്ടെ. അപ്പോൾ ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നത്, കുറച്ച് മല്ലിയിലും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി വരട്ടെ. ഉപ്പൊക്കെ നോക്കിയിട്ട് ഒന്ന് ഇളക്കി വരാം. സോൾട്ടൊക്കെ ഒന്ന് കറക്റ്റായതിന് ശേഷം ജസ്റ്റ് ഒന്ന് മൂടി വെച്ചിട്ട് 2 മിനിറ്റ് വേവിച്ചിട്ട് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ഉപ്പൊക്കെ നോക്കട്ടെ. അപ്പോൾ ഇതാ മട്ടൻ കുറുമ റെഡി ആയിട്ടുണ്ട്. മൂടി വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് ചെറുതായി തീയിൽ വേവിച്ചെടുക്കാം. പൊറോട്ട, ചപ്പാത്തി, ഭട്ടൂറ, അതേപോലെ ഗീ റൈസിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഒന്ന് മൂടി വെച്ച് കൊടുക്കട്ടെ. അപ്പോൾ ഒന്ന് മൂടി വെച്ച് വേവിച്ച് കൊടുക്കാം. 2 മിനിറ്റ്.